അമേരിക്കയുടെ ബേസുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം തുടരുമ്പോഴും അമേരിക്ക ഇപ്പോൾ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. 2 ദിവസമായി ഇറാനെതിരെയുള്ള പുതിയ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇറാന്റെ സ്പോക്സ്മാൻ പറയുന്നു, ഇറാനും താൽക്കാലികമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണം ഇപ്പോഴില്ല എന്നാണ്. അമേരിക്ക നിർത്തിവെച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ആക്രമണമില്ല. എന്നാൽ ഇറാന്റെ സ്പോക്സ്മാൻ, വളരെ പ്രധാനപ്പെട്ട ഇറാന്റെ മിലിറ്ററി തലവൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അമേരിക്ക ഇപ്പോൾ അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ആക്രമണങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ അമേരിക്ക 3 രീതിയിൽ ഇനിയും ആക്രമണം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്ക ഒരുപക്ഷെ 3-ൽ ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തേത്, അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയായിരിക്കും. ഇനി ഇറാനുമായിട്ടുള്ള യുദ്ധം കൊണ്ട് ഫലം കാണില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ അവർ കൂടുതൽ വലിയ വ്യോമാക്രമണം ഇറാനെതിരെ നടത്താനുള്ള സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ ഒരു കരസൈന്യത്തെ, ഒരു ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറാനിലേക്ക് അയക്കാനുള്ള പുതിയ തീരുമാനങ്ങളാകാം. എന്തായിരുന്നാലും ഇറാൻ ഇപ്പോൾ പറയുന്നു, ഇതിൽ ഏത് തീരുമാനം അമേരിക്ക എടുത്താലും അതിനോടെല്ലാം പ്രതികരിക്കാൻ, അതിനെയെല്ലാം നേരിട്ട് പരാജയപ്പെടുത്താനുള്ള എല്ലാവിധ തീരുമാനങ്ങളും അതിനുള്ള ശക്തിയും ഇപ്പോൾ ഇറാനുണ്ട്. അതിനെ എല്ലാം സ്വീകരിക്കാൻ, ഏത് തീരുമാനം എടുത്താലും അതിനോടെല്ലാം പ്രതികരിക്കാൻ ഇറാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ ഇറാന്റെ മിലിറ്ററി സ്പോക്സ്മാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമേരിക്ക ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചത് ഒരു ശക്തമായ ആക്രമണത്തിന് മുന്നോടിയാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയാണോ ഈ ഒരു ചെറിയ ശാന്തത എന്നത് വ്യക്തമല്ല. ട്രംപ് ഇപ്പോഴും ഭീഷണി മുഴക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഇറാൻ ഗുഹകളിലേക്ക്, മാളങ്ങളിലേക്ക് ഒളിച്ചിരിക്കുകയാണ് എന്നാണ്. ഇതിനോട് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: 40-ലധികം വർഷമായി ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തി ഇറാൻ വലയം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതിലൊന്നും ഇറാൻ പരാജയപ്പെട്ടിട്ടില്ല. പിന്നെ ട്രംപിന്റെ ഏതാനും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് മുന്നിലാണോ ഇറാൻ പേടിച്ച് പിന്തിരിയുന്നത് എന്ന ചോദ്യമാണ്. ഒരിക്കലും പിന്മാറുകയുമല്ല, ശക്തമായ തിരിച്ചടി ഏതൊരു ആക്രമണത്തിനുമെതിരെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്.